ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അച്ചമ്മയുടെ പിറന്നാൾ വെറും ഒരു ആഘോഷമായിരുന്നില്ല, അതൊരു യുഗത്തിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു. എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ രവീന്ദ്രനും ചന്ദ്രമതിയും അവരുടെ മരുമക്കളും എല്ലാവരും തന്നെ ഒത്തുചേർന്നു. പിറന്നാൾ ആഘോഷങ്ങൾ നടക്കുന്നതിനെ തന്നെ ഓരോരുത്തരും തന്റെ സമ്മാനപ്പൊതികൾ സ്നേഹത്തിന്റെ നിറവിൽ അച്ചമ്മയുടെ കൈകളിലേക്ക് സമർപ്പിച്ചു. ഏറ്റവും വിലകൂടിയ മൊബൈൽ ഫോണും പട്ടുസാരികളും സ്വർണ്ണാഭരണങ്ങളും അങ്ങനെ കുറെ അധികം സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ സച്ചിയുടെ ഊഴം വന്നപ്പോൾ ആ അന്തരീക്ഷം ആകമാനം നിശബ്ദതയിലേക്ക് വഴിമാറി. സച്ചി അവിടെ ഇല്ലായിരുന്നെങ്കിലും കൃത്യസമയം നോക്കി അവൻ അകത്തേക്ക് കടന്നു വന്നു. അവന്റെ മുഖത്ത് ഒരു പ്രത്യേക ഭാവമുണ്ടായിരുന്നു, അഭിമാനത്തിന്റെയും അതോടൊപ്പം തന്നെ അദമ്യമായ സ്നേഹത്തിന്റെയും. സച്ചി സമ്മാനിച്ചത് ഭൗതികമായ ഒരു വസ്തുവായിരുന്നില്ല, അത് കാലം മായ്ച്ചു കളഞ്ഞ ഓർമ്മകളെ പുനഃസൃഷ്ടിക്കുന്ന ഒരു വിസ്മയമായിരുന്നു. ഒരു നിമിഷം അകത്തേക്ക് കടന്നു വന്ന ആ മൂന്ന് പേരെ കണ്ടപ്പോൾ 80 വയസ്സുകാരിയായ അച്ചമ്മയുടെ കണ്ണുകൾക്ക് പെട്ടെന്ന് 30 വർഷത്തെ ശോഭ കൈവന്നതുപോലെ തോന്നി. അവർ മൂന്നുപേരും അച്ചമ്മയുടെ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു, സ്കൂൾ ജീവിതത്തിലെ കൂട്ടുകാരികൾ. 10-30 വർഷങ്ങൾക്ക് ശേഷം അവരെ കാണുന്ന സമയത്തിന് അച്ചമ്മക്ക് ഒരുപാട് സന്തോഷമാവാണ്. അച്ചമ്മ പറയുന്നത്, എത്ര കാലമായടി നിങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ട്. ആർദ്രതയോടെ തന്നെ അച്ചമ്മയുടെ സ്വരം ഇടറി. എപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു കുട്ടിക്കാലം, നമ്മുടെ വിദ്യാലയ മുറ്റം. വിവാഹശേഷം ബന്ധങ്ങളൊക്കെ അങ്ങനെ അകന്നുപോയി. എന്റെ മനസ്സിന്റെ ഭിത്തികളിൽ ഞാൻ എന്നും താലോലിച്ചിരുന്ന ചിത്രങ്ങളായിരുന്നു നിങ്ങളൊക്കെ. ആ നിമിഷം സച്ചി അച്ചമ്മക്ക് സമ്മാനിച്ചതിന്റെ മൂല്യം കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾക്കും വലുതായി തോന്നി. പണമോ സ്വർണമോ അളക്കാൻ കഴിയാത്ത ആ നിമിഷത്തിന്റെ സൗന്ദര്യം കണ്ട് മറ്റുള്ളവരെല്ലാം അമ്പരന്നു. അച്ചമ്മ സച്ചിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മോനെ സച്ചി, നീ ചെയ്തത് ചെറിയ കാര്യമൊന്നുമല്ല. ഈ അച്ചമ്മക്ക് നീ തരാവുന്നതിൽ ഏറ്റവും വലിയ സമ്മാനം തന്നെയാണ് തന്നിരിക്കുന്നത്. നിന്റെ ഈ സ്നേഹ സമ്മാനത്തിന് പകരം വെക്കാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല സച്ചി. അച്ചമ്മയുടെ ഈ വാക്കുകൾ ചന്ദ്രമതിയിലും സുധിയിലും കടുത്ത അസൂയയും വിഷം കുത്തിവെച്ചു. വില കൂടിയ ടിവിയും സ്വർണ്ണ ചെയിനും സമ്മാനിച്ച് അച്ചമ്മയുടെ പക്കലുള്ള വിലപിടിപ്പുള്ള പാരമ്പര്യ സ്വർണം തങ്ങൾക്ക് ലഭിക്കുമെന്നുറപ്പിച്ച അവർക്ക് ഈ രംഗം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇവൻ എവിടുന്നാവോ ഈ കിളവികളെയൊക്കെ ഒപ്പിച്ചെടുത്തത്? ചന്ദ്രമതിയുടെ മനസ്സിലെ ഈർഷ്യ വാക്കുകളായി പുറത്തു വന്നു. ഇതാണോ വലിയ സമ്മാനം? കാശു മുടക്കില്ലാതെ ഒരു ചീപ്പ് നാടകം. ഒരു മണിപ്പവന്റെ വിലയുണ്ടോ ഈ നാടകത്തിന്? ശ്രുതിയും ശ്രുതിയും ആ സ്വരത്തിൽ ചേർന്നു. അല്ലെങ്കിൽ തന്നെ ഈ പിറന്നാളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം നൽകുന്നവർക്ക് വിലപിടിപ്പുള്ള സമ്മാനം നൽകുമെന്നല്ലേ അച്ചമ്മ പറഞ്ഞത്? അത് ഈ സച്ചിക്ക് കിട്ടാനാണെങ്കിൽ ഇത് പിന്നെ എന്ത് മത്സരാണ്? 2 പഴയ കിളവികളെ കാണിച്ചാ അതൊരു സമ്മാനമാവോ? ഈ സംസാരം കേട്ട് അച്ചമ്മയുടെ മുഖം പെട്ടെന്ന് ഇരുണ്ടു. ചന്ദ്രേ, നിർത്തടി നീ. ആരെയാടി നീ ഈ കിളവികൾ എന്നൊക്കെ വിളിക്കുന്നത്? ഇവര് രണ്ടുപേരും എന്റെ കൂട്ടുകാരാണ്, ഈ വീട്ടിലെ ഇന്നത്തെ വിശിഷ്ടാതികളാണ്. എന്നെ കൂടി അപമാനിക്കുന്നത് തുല്യമാണ് നീ ഈ പറയുന്നതൊക്കെ. നിന്റെ വായിലെ നാവ് വെറുതെ ചലിപ്പിക്കാനായി ഇട്ടേക്കുന്നതൊന്നല്ല, മിണ്ടാതിരിക്കണം നീയ്. അച്ചമ്മയുടെ ഗൗരവം കണ്ടപ്പോൾ ചന്ദ്രമതി ഒതുങ്ങി. അതേസമയം വർഷയും ശ്രീകാന്തും സച്ചിയുടെ പ്രവൃത്തിയിൽ കൈയടിച്ചു. ആർജവത്തോടെ വർഷ പറഞ്ഞു, സത്യം അച്ചമ്മേ, സച്ചിയേട്ടൻ തന്നതാണ് ഏറ്റവും വലിയ സമ്മാനം. അങ്ങനെയാണെങ്കിൽ ആ പാരമ്പര്യ സ്വത്ത് സച്ചിയേട്ടനും രേവതി ചേച്ചിക്കും തന്നെയാണ് അവകാശപ്പെട്ടത്. അച്ചമ്മ ഉടനെ തന്നെ സച്ചിയെയും രേവതിയെയും അരികിലേക്ക് വിളിപ്പിച്ചു. പാരമ്പര്യമായി കൈമാറി വന്ന കുറെ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ പെട്ടി രേവതിയുടെ നേർക്ക് നീട്ടി. ഇത് നിനക്കുള്ളതാണ് മോളെ. മറ്റാർക്കെങ്കിലും ഞാൻ ഇത് കൊടുത്താൽ ഇവർക്കൊന്നും ഇതിന്റെ വില അറിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കാലം ഞാൻ ഇത് ആർക്കും കൊടുക്കാതിരുന്നത്. പക്ഷേ ഈ സ്നേഹ മത്സരത്തിൽ ജയിച്ച സച്ചിക്കും അവന്റെ നല്ല ഭാര്യയായ രേവതിക്കും ഇത് അവകാശപ്പെട്ടതാണ്. എന്നാൽ ആൾക്കൂട്ടത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ രേവതി അത് വിനയത്തോടെ നിരസിച്ചു. വേണ്ട അച്ചമ്മേ, ഇത് അച്ചമ്മയുടെ പക്കൽ തന്നെ ഇരിക്കട്ടെ. എനിക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിച്ചോളാം. എന്റെ സ്വർണം അത് സച്ചിയേട്ടന് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് മാത്രമേ ഞാൻ അണിയൂ എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രകാലം കഴുത്തിൽ പോലും മാലയിടാതെ നടക്കുന്നത്. അച്ചമ്മയുടെ ഈ സ്നേഹത്തിന് നന്ദിയുണ്ട്. തൽക്കാലം ഇത് വീട്ടിൽ തന്നെ സുരക്ഷിതമായിരിക്കട്ടെ. സച്ചിയും രേവതിയുടെ വാക്കുകളെ പിന്തുണച്ചു. വീണ്ടും ചന്ദ്രമതിയുടെയും സുധിയുടെയും മുഖം ഇരുണ്ടു. വിലക്കൂടിയ സമ്മാനം നൽകിയിട്ടും ആ സ്വർണം കൈക്കലാക്കാൻ കഴിയാത്തതിലെ അവരുടെ നിരാശക്ക് അതിരില്ലായിരുന്നു. അങ്ങനെ പിറന്നാൾ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് അച്ചമ്മ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. അതോടെ രേവതിയുടെ കളവ് പോയ സ്വർണ്ണാഭരണത്തെക്കുറിച്ചുള്ള അന്വേഷണം സച്ചി പുനരാരംഭിച്ചു. കുറച്ച് നാളുകൾക്ക് മുൻപ് രേവതിയുടെ സ്വന്തം സ്വർണ്ണമാലയ്ക്ക് പകരം മുക്കുപണ്ടം വെച്ചത് ആരാണെന്നുള്ള സംശയം സച്ചിക്കും രേവതിക്കും സുധിയിലും ചന്ദ്രമതിയിലും തന്നെയായിരുന്നു. സച്ചി പറഞ്ഞത്, അച്ചമ്മയുടെ പിറന്നാൾ കഴിയട്ടെ എന്ന് നീയല്ലേ രേവതി പറഞ്ഞത്? ഇല്ലെങ്കിൽ ഞാൻ അന്നേ ഈ ഒരു കാര്യം അച്ചമ്മയോട് ചോദിച്ചേനെ. സച്ചി അസ്വസ്ഥനായി. വേണ്ട സച്ചിയേട്ടാ, തെളിവില്ലാതെ ഇപ്പൊ നമ്മളത് ചോദിച്ചാൽ വെറുതെ വീട്ടിൽ വഴക്കുണ്ടാകാനേ കഴിയൂ. അമ്മയും സുധിയേട്ടനും ഇത് സമ്മതിച്ചെന്ന് വരില്ല. നമുക്ക് തെളിവ് കിട്ടുന്നവരെ കാത്തിരിക്കാം. അതുവരെ സുധിയേട്ടനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, രേവതി ശാന്തമായി പറഞ്ഞു.
സുധി സച്ചിയെ രഹസ്യമായി നിരീക്ഷിച്ചു തുടങ്ങി. അതിനിടയിലാണ് അവന്റെ സുഹൃത്ത് മഹേഷ് ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങാനായി സച്ചിയെ വിളിക്കുന്നത്. സുധിയുടെ കടയിൽ നിന്ന് വാങ്ങാൻ മഹേഷ് നിർദ്ദേശിച്ചപ്പോൾ സച്ചി അതിനെ എതിർത്തു. വേണ്ട മഹേഷെ, അവന്റെ കടയിൽ പോയാൽ അവൻ ഇരട്ടി ലാഭം എടുക്കും. നമുക്ക് വേറെ വല്ല ഓഫറുള്ള കടയിലും പോയി വാങ്ങിക്കാം. അങ്ങനെ അവർ തേടി പിടിച്ച ഒരു കടയിലെത്തി. അവിടെ 50% കിഴിവ് എന്ന വലിയ പരസ്യം തൂങ്ങിക്കിടന്നു. സാധനങ്ങളെല്ലാം വളരെ കുറഞ്ഞ വിലക്ക് കിട്ടുന്നത് കണ്ട് അവർ ഒരു ഫ്രിഡ്ജ് തിരഞ്ഞെടുത്ത് പണം നൽകാൻ ഒരുങ്ങുന്നതിനിടയിൽ ഒരു സംഘം പോലീസുകാർ കടയിലേക്ക് ഇരിച്ചു കയറി. നിമിഷനേരം കൊണ്ട് കടയുടെ ഷട്ടർ അടച്ചു. സച്ചിയും മഹേഷും ഉൾപ്പെടെയുള്ളവരെ പോലീസ് അകത്ത് പൂട്ടിയിട്ടു. നിങ്ങൾ തട്ടിപ്പുകാരാണല്ലേ? പല കടകളിൽ നിന്നും കടം പറഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത ശേഷം പണം കൊടുക്കാതെ മുങ്ങി നടക്കുകയും കള്ളനോട്ട് കൊടുത്ത് പറ്റിക്കുകയും ചെയ്ത സാധനങ്ങളാണ് ഇവിടെ 50% കിഴിവിട്ട് വിൽക്കുന്നതല്ലേ? എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയാണ്. SIയുടെ ശബ്ദം മുഴങ്ങി. സാറേ, ഞങ്ങൾ ഇതിലൊന്നും പെട്ടവരല്ല, ഞങ്ങൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നവരാണെന്നൊക്കെ പറഞ്ഞ് സച്ചി അപേക്ഷിച്ചു. കട്ട മുതൽ വാങ്ങാൻ വന്നവരും കള്ളം തന്നെയാണ്. രണ്ടും ജീപ്പിൽ കയറി സ്റ്റേഷനിലേക്ക് വിടാം, SI തീർത്തു പറഞ്ഞു. നിരപരാധികളായിട്ടും സച്ചിയെയും മഹേഷിനെയും കള്ളന്മാരുടെ കൂട്ടത്തിൽ ലോക്കപ്പിലിട്ടു. ലോക്കപ്പിലിരുന്ന് സച്ചി താൻ അവിചാരിതമായി പെട്ടുപോയ ഈ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു. അപ്പോഴാണ് സച്ചി ആ ഒരു കാഴ്ച കണ്ടത്. പലചരക്കു സാധനങ്ങൾക്കിടയിൽ പരാതിയുമായി സ്റ്റേഷനിലേക്ക് വന്നതിന് പിന്നാലെ സുധി അങ്ങോട്ടേക്ക് കടന്നു വന്നിരുന്നു. സച്ചിയും മഹേഷും ഒതുങ്ങി നിന്നു. സുധിയെ കാണാതെ അവൻ ശ്രദ്ധിച്ചു. സുധി പോലീസുകാരോട് പരാതി പറഞ്ഞു. സുധി പോലീസിനോട് പരാതി പറഞ്ഞു തുടങ്ങി. സാറേ, എന്റെ കടയിൽ നിന്നും 5 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് ഈ കള്ളന്മാർ വാങ്ങിയത്. എനിക്ക് തന്നതും മുഴുവൻ കള്ളനോട്ടുകളായിരുന്നു. ബാങ്കിൽ ലോൺ അടക്കേണ്ട സമയമായിരുന്നു. അടച്ചില്ലെങ്കിൽ കട സീല് ചെയ്യുമെന്ന് പറഞ്ഞു. 5 ലക്ഷം രൂപ നഷ്ടം വന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് ലോൺ അടച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. ഇങ്ങനെ പല വിധത്തിൽ പണം കണ്ടെത്തിയിട്ടാണ് ഞാൻ അത് അടച്ചത്. എനിക്ക് പണം ഉടനെ തന്നെ തിരിച്ചു കിട്ടിയേ പറ്റൂ സാറേ. സുധിയുടെ ഈ രംഗം സച്ചിയുടെ മനസ്സിൽ ശരിക്കും ഒരു അത്ഭുതം സൃഷ്ടിച്ചു. വീട്ടിൽ ആരും അറിയാതെ 5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടും ഒരു രൂപ പോലും കയ്യിലില്ലാത്ത സുധി എങ്ങനെയാണ് ഒറ്റ രാത്രി കൊണ്ട് ലോൺ അടച്ചു തീർക്കാൻ 5 ലക്ഷം രൂപ കണ്ടെത്തിയത്? സച്ചിക്കൊരു സംശയം തോന്നി. അവൻ രഹസ്യമായി തന്റെ ഫോൺ എടുത്തിട്ട് സുധിയുടെ മുഴുവൻ പരാതികളും രഹസ്യമായി വീഡിയോയാക്കി പകർത്തി. ആ 5 ലക്ഷം രൂപയുടെ ലോൺ അടവ് രേവതിയുടെ സ്വർണമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ഉൾവിളി അവനുണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോൾ SI സച്ചിയെയും മഹേഷിനെയും തിരിച്ചറിഞ്ഞു. നിങ്ങൾ ഇതിൽ പെട്ടവരല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ഥലം വിട്ടോളണം. ഇനി കട്ട മുതൽ വാങ്ങാനൊന്നും പോവരുത്, SI പറഞ്ഞു. നന്ദി പറഞ്ഞ് അവർ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി. ഇവൻ വെറും ഒരു കള്ളനല്ല, പെരും കള്ളനാണ്. മഹേഷിനോട് യാത്ര പറഞ്ഞു പിരിയുമ്പോൾ സച്ചി പറഞ്ഞു. 5 ലക്ഷം നഷ്ടപ്പെട്ട വിവരം വീട്ടിൽ പോലും മിണ്ടാതെ അവൻ എങ്ങനെയാണ് ലോൺ അടച്ചത്? ഈ സത്യം വീട്ടിൽ ചെന്ന് വിളിച്ചു പറയണം. അങ്ങനെ വെറുതെ ഇവനെ വിട്ടാ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സച്ചി നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയ സച്ചി എല്ലാവരെയും ഒന്നിച്ചങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. രവീന്ദ്രനും ചന്ദ്രമതിയും രേവതിയും ശ്രുതിയും വർഷയും ശ്രീകാന്തും എല്ലാവരും അവിടെ ഒരുമിച്ചു. സച്ചി പറയാനുള്ളത് കേൾക്കാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. എന്താടാ സച്ചി, നീ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? എന്തിനാണ് സുധിയെയും ശ്രുതിയൊക്കെ വിളിക്കുന്നത്? രവീന്ദ്രൻ ചോദിച്ചു. കാര്യങ്ങളൊക്കെ ഉണ്ടാച്ചാ. ചില കള്ളന്മാരുടെ മുഖംമൂടി ഇന്നിവിടെ ഞാൻ അഴിച്ചു മാറ്റപ്പെടും. ഇവിടെ ചിലർ മറ്റുള്ളവരെ ചതിച്ച് സത്യങ്ങളൊക്കെ മറച്ചു വെച്ച് ജീവിച്ചിരിക്കുന്നുണ്ട്. ആ കള്ളത്തരങ്ങളെല്ലാം തന്നെ എല്ലാവരും അറിയണം. അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്നൊക്കെ പറഞ്ഞ് സച്ചി ആ ഫോണിലെ വീഡിയോസ് എല്ലാം തന്നെ നേരെ ടെലിവിഷന്റെ സ്ക്രീനിലേക്ക് ബന്ധിപ്പിച്ചു. സുധി പോലീസ് സ്റ്റേഷനിൽ വന്ന് വിങ്ങിപ്പൊട്ടി ലോൺ അടച്ച കഥ പറയുന്നതും കള്ളനോട്ട് ലഭിച്ചതിനെക്കുറിച്ച് വിലപിക്കുന്നതുമായ രംഗങ്ങൾ ആ കുടുംബത്തിന്റെ കൺമുന്നിൽ തെളിഞ്ഞു. സുധി, നീ സ്റ്റേഷനിൽ പോയിരുന്നോ? എന്താണ് ഈ കേൾക്കുന്നത്? 5 ലക്ഷം രൂപയുടെ നഷ്ടം. നീ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ആരോടും ഇതുവരെ പറയാതിരുന്നത്? രവീന്ദ്രന്റെ ശബ്ദമുയർന്നു. ചന്ദ്രെ, നിനക്ക് ഈ ഒരു കാര്യം അറിയായിരുന്നോ, ഇവന്റെ ഈ ഒരു വിവരക്കേട്? എന്നാൽ ആ ഒരു രംഗം എല്ലാവരും കണ്ടതോടുകൂടി തന്നെ സുധി ആകെ പെട്ടുപോവാണ്. സുധി വിക്കി വിക്കി മറുപടി പറഞ്ഞു. അങ്ങനെയൊന്നും സംഭവിച്ചു പോയി അച്ഛാ. ഞാനത് മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല. അവരെല്ലാം തനി ഫ്രോഡുകളായിരുന്നു. ആ നഷ്ടം നികത്താനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് സുധി അങ്ങ് നിർത്തി. സച്ചി സുധിയുടെ വാക്കുകൾ തടഞ്ഞു. മതി 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 നിന്റെ അഭിനയം. ഇവൻ ആ ഫ്രോഡുകളേക്കാൾ വലിയ ഫ്രോഡാണ്. എന്നിട്ട് നീ വീട്ടിൽ പോലും മിണ്ടിയില്ലാലേ? 5 ലക്ഷം രൂപ നഷ്ടമായെങ്കിൽ നിനക്ക് എങ്ങനെ ലോൺ അടക്കാതെ പണം കിട്ടും? കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്ത നീ ആര് തന്നു നിനക്ക് 5 ലക്ഷം രൂപ? ഏതു കൂട്ടുകാരനാടാ ആ പൈസ തന്നത്? പാർക്കിൽ കിടക്കുന്ന കൂട്ടുകാരൻ തന്നെയാണോ? ശ്രീകാന്ത് പരിഹസിച്ചു ചോദിച്ചു. സച്ചി സുധിയുടെ കഴുത്തിലങ്ങ് കുത്തിപ്പിടിച്ചു. സത്യം പറടാ, ആ പണം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? എടുത്തോണ്ട് പോയി വിറ്റല്ലേടാ നീ രേവതിയുടെ സ്വർണം മുഴുവൻ? അലമാറിൽ ഇരുന്ന അവളുടെ സ്വർണം അടിച്ചു മാറ്റിയിട്ടല്ലേടാ നീ ആ ലോൺ മുഴുവൻ അടച്ചു തീർത്തത്?
സച്ചിയുടെ ചോദ്യം കേട്ടതോടുകൂടി തന്നെ സുധിയുടെ മുഖം വിളറി. ചന്ദ്രമതിയുടെ കണ്ണുകളങ്ങ് തള്ളിപ്പോയി. ആ സത്യം അവിചാരിതമായി പുറത്തു വന്നിരിക്കുന്നതിന്റെ ആഘാതം അവനെ തളർത്തിക്കളഞ്ഞു. അതെ, അത് ഞാൻ തന്നെയാണ് എടുത്തത്. സുധിയുടെ ശബ്ദം നേർത്തുപോയിരുന്നു. അച്ഛാ, രേവതിയുടെ സ്വർണം എടുത്തോണ്ട് പോയി വിറ്റത് ഇവരാണതേ, ഈ കള്ളൻ. എന്നിട്ട് അതിനു പകരം അമ്മയും മകനും കൂടി ചേർന്നിട്ട് മുക്കുപണ്ടം അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. ആ മുക്കുപണ്ടമാണ് ജ്വല്ലറിയിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ അപമാനിക്കപ്പെടാൻ കാരണം, സച്ചി രോഷത്തോടെ പറഞ്ഞു. രവീന്ദ്രൻ ചന്ദ്രനെ നേർക്കങ്ങ് തിരിഞ്ഞു. ചന്ദ്രേ, നിനക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? അവനൊരു മണ്ടത്തരം കാണിച്ചപ്പോൾ നീ അതിന് കൂട്ടു നിൽക്കുകയാണ് ചെയ്യേണ്ടത്. രേവതിയെ അപമാനിക്കാൻ വേണ്ടി മുക്കുപണ്ടം വെച്ചത് നീയാണോടി? ചന്ദ്രമതി കരഞ്ഞുകൊണ്ട് തന്നെ തന്റെ നിസ്സഹായത പറഞ്ഞു. ഞാനൊരു അബദ്ധം ചെയ്തതാണ് രവിയേട്ടാ. ഇവൻ എന്റെ ജീവിതം കളയുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്? സ്വർണം എടുത്തതിന് പകരം രേവതിയെ കാണിക്കാതിരിക്കാൻ ഒരു മുക്കുപണ്ടം വെച്ചതാണ് ഞാന്. അത് രേവതിയുടെ സ്വർണമൊന്നും ആയിരുന്നില്ലല്ലോ. ഞാനും രവിയേട്ടനും കൂടി അവൾക്ക് കൊടുത്ത സ്വർണമല്ലേ അത്? ചന്ദ്രയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് രവീന്ദ്രന് ഭയങ്കര ദേഷ്യം വരും. നീ ഒരൊറ്റ വാക്കും പോലും പറയരുത് ചന്ദ്രേ. സ്വന്തം മരുമകളുടെ സ്വർണം മോഷ്ടിച്ച് വിൽക്കാൻ നീയും കൂട്ടുനിന്നോ? ഈ വീട്ടിൽ ഇത്രയധികം ചതിയും കള്ളത്തരവും കൊണ്ട് ജീവിക്കാൻ നിങ്ങളെ ഞാൻ ഇനി അനുവദിക്കില്ല. പെരും കള്ള, നിന്റെ ഈ തോന്നിവാസങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. രേവതിയോട് പോലും ചോദിക്കാതെ അവളുടെ സ്വർണം എടുക്കാൻ നിനക്ക് എന്ത് അവകാശമാണുള്ളത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ കാണിക്കുന്ന നീയും നിന്റെ ഭാര്യയും ഉണ്ടല്ലോ. ഇനി ഏതായാലും നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിൽക്കണ്ട. രണ്ടുപേരും ഇപ്പൊ തന്നെ ഇവിടെ നിന്നും ഇറങ്ങിക്കൊള്ളണം. രവീന്ദ്രന്റെ വാക്കുകൾ ആ ഭിത്തിയിൽ പ്രതിധ്വനിച്ചു. ശ്രുതി ചെയ്തിരിക്കുന്നത് വലിയൊരു തെറ്റാണെന്നുള്ള കാര്യം ശ്രുതിക്ക് അംഗീകരിക്കാൻ പോലും കഴിഞ്ഞില്ല. ശ്രുതി ദേഷ്യപ്പെട്ടിങ്ങനെ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. രവീന്ദ്രന്റെ വാക്ക് കേട്ട് ശ്രുതിയും അപമാനിതരായി ശിരസ് കുനിച്ചുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നു. ആ വീട്ടിൽ വീണ്ടും സമാധാനം പുലർന്നുവെങ്കിലും ചതിയുടെ കറുത്ത നിഴൽ ആ ഓർമ്മകൾ മാഞ്ഞുപോവാൻ കാലങ്ങളെടുക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു.